ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അമ്മ ഉണ്ടാക്കിയ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. വളരെ സ്പെഷ്യലാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചെമ്മീനാണ്. ഉണക്ക ചെമ്മീൻ ഒരു 150 ഗ്രാമോളം ഉണക്ക ചെമ്മീൻ വേണം. പിന്നെ വേണ്ടത് ചെറിയുള്ളി ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ വേണ്ടത് വാളൻപുളി ഒരു ചെറിയ കഷ്ണം. ഇനി അടുപ്പത്ത് ചട്ടി വെച്ചതിന് ശേഷം ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളിൽ ചെറുതായിട്ട് ഒരല്പം വെള്ളം ഉണ്ടാവും. ആ ഒരു അല്പം വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതാ ഇപ്പോൾ ഉള്ളിയിലെ വെള്ളം അല്പം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ചെമ്മീൻ, അതുകൊണ്ട് തന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇവിടെ ഉള്ളിയുടെ നിറം മാറുന്നതല്ല നമ്മൾ നോക്കുന്നത്, അതിന് പകരം ചെമ്മീനിൽ എങ്ങനെയാണ് നിറം മാറുന്നതാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനിൽ ഒരല്പം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, ഒരു ലൈറ്റ് റെഡ് കളർ അതിനുണ്ടല്ലേ. അങ്ങനെ മുഴുവൻ ചെമ്മീനും ആകുമ്പോഴാണ് അതിൻ്റെ പാകം എന്ന് പറയണത്. അപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും എടുക്കാനായിട്ട് പോകരുത്. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പുളി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നിന്ന് നനച്ചെടുത്താണ് ഞാൻ. ഇതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി എടുക്കുമ്പോഴേക്കും എപ്പോഴും അതിലെ കുരു ഉണ്ടെങ്കിൽ ആ കുരു മാറ്റിയിട്ട് വേണം നമ്മൾ ചമ്മന്തിക്ക് എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ മിക്സിയിലേക്ക് അടിക്കുമ്പോഴേക്കും അതിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് ചെമ്മീൻ്റെ എല്ലാത്തിൻ്റെയും കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് പുളി ചേർത്ത് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷവും ഒന്ന് അല്പനേരം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ ഒരു കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് എരിവായിരിക്കും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിക്ക് വരാൻ വേണമെങ്കിൽ ഉണക്കമുളകും ചേർക്കാം കേട്ടോ. അങ്ങനെ ഉണക്കമുളക് ഇറക്കുമ്പോഴേക്കും ആ ചെമ്മീൻ്റെ ചെറുതായിട്ട് കളർ മാറി തുടങ്ങില്ലേ, ആ സമയത്ത് ഒരല്പം കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഉണക്കമുളക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഇറ്റിച്ചൊഴിക്കുക. അതിനുശേഷം നന്നായിട്ട് കൂട്ടി ഇളക്കുക. അപ്പോൾ നമ്മുടെ ഉണക്ക ചെമ്മീൻ തയ്യാറാകും. ഇതൊക്കെ കണ്ടില്ലേ, ചോറിനെ കൂടി കഴിക്കാനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. വെറും ഒരല്പം മതി, അതല്ലെങ്കിൽ വെറുതെയും എടുത്ത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.